എന്താന്ന് ഇയാൾക്കൊരു വിഷമം? ഇന്നലെ ഉണ്ടല്ല. നീ എന്തൊരു ആലോചനയിലാണല്ല? ഒന്നുമില്ല ഏട്ടാ. ഇന്നലെ അമ്മേനെ കണ്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴത്തേം പോലെ മിണ്ടിയിട്ടുണ്ടാവൂല അല്ലേ? എന്നോട് മിണ്ടിയിട്ടില്ലെങ്കിലും പോട്ടെ, എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ ഞാൻ വിചാരിച്ച മക്കളെ കാണുമ്പോഴെങ്കിലും ഒന്ന് വന്ന് മിണ്ടുന്ന്. നീ ഇതൊന്നും ഇത്രയും വിട്ടില്ലേ? എത്ര വർഷമായി? ഇന്നും ഇന്നലെ തുടങ്ങിയതാ ഇത്? അവരെയും കുറ്റം പറയാൻ വേണ്ടി പറ്റുവാ? ആരുമില്ലാത്ത എൻ്റെ പോലെ നീ ഇറങ്ങി വന്നത്. അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടാവില്ല, എന്നെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവരെ കുറ്റം പറയാൻ വേണ്ടി കഴിയില്ല അല്ല? അല്ല, എന്നാലും ഇത്രയും വർഷമായിട്ടും അവർക്ക് എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ലേ? അതെല്ലാം വിട്ടുകളാ. നിനക്ക് ഞാനില്ലേ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? എൻ്റെ മരണം വരെ നിൻ്റെ കൂടെ ഞാൻ. കരയല്ല. ഇവളുടെ ഒരു കാര്യം പറഞ്ഞു. ആരും എന്നെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ആരും എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് എൻ്റെ ഏട്ടനും മക്കളും ഉണ്ടല്ലോ, അത് മതി. എന്നുണ്ടാവും, നീ വിഷമിക്കണ്ട കേട്ടാ. ഐഫോണിന്റെ അടവ് ആവാനായല്ലാടി. കയ്യിലാണെങ്കിൽ 10 പൈസയും ഇല്ല. നിന്നോട് ആരെങ്കിലും പറഞ്ഞാ ഒരു വീഡിയോ വൈറലാകുമ്പോഴേക്കും പോയി ഐഫോൺ എടുക്കാനായിട്ട്? ഞാൻ വിചാരിച്ചാ ഇതിപ്പോ ഇങ്ങനെ ആവുമെന്ന്. ഞാൻ വിചാരിച്ച വല്ല പ്രമോഷൻസും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കിട്ടുമല്ല, വീഡിയോ അങ്ങ് റീച്ച് ആവുകയും ചെയ്യുമല്ല. ഇതിപ്പോ ഒരുമാതിരി ഉള്ള ജോലിയും കളഞ്ഞ്. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ ദുഃഖം. ആ കയ്യിലുണ്ടായ ജോലിയും പോയി. മര്യാദക്കുള്ള ജോലിയും കളഞ്ഞ് വൈറലാവാൻ ഇറങ്ങിയതല്ലേ നീ? അനുഭവിച്ചോ. അങ്ങനെ അനുഭവിക്കലൊന്നുമില്ല മോളെ. ഈ ഷിംന ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. അത് ഏത് രീതിയിലാണെങ്കിൽ നടത്തും. നല്ല രീതി തന്നെ. നല്ല രീതിയിൽ ഇപ്പൊ നടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വൈറലാവോ? വൈറലാവണമെന്ന് തീരുമാനിച്ച അത് വൈറലായിരിക്കും. നടക്കട്ടെ. നടക്കൂടി, നീ കണ്ടോ. മോളെ, ഏട്ടൻ ഇറങ്ങണേ. ഏട്ട പോവല്ല പോവല്ല, അവിടേക്ക് ഫോൺ എടുത്താ? അയ്യോ, ഞാൻ എടുത്തില്ലടി. കണ്ണട എടുത്താ? അതും എടുത്തില്ല. എനിക്കറിയാലോ ഇതൊന്നും ഏട്ടന് എടുക്കൂലെന്ന്. എനിക്കും അറിയാലോ ഇതെല്ലാം നീ കൊണ്ട് തരൂ. ഏട്ടാ, പിന്നെ പോവാൻ നേരത്ത് മക്കള് പറഞ്ഞതല്ലോ ഓർമ്മയുണ്ടല്ല? പിന്നെ ഒരാൾക്ക് കളർ ബോക്സ്, പിന്നെ ഒരാൾക്ക് സ്പൈഡർമാന്റെ മുഖം മൂടി. ഞാൻ മറക്കോ? സ്കൂള് വിട്ട് വന്ന രണ്ടാളും ഇതിനു വേണ്ടി കാത്തിരിക്കലായിരിക്കും. കുഴപ്പമില്ല, എന്തായാലും വാങ്ങിക്കൊണ്ടുവരാം. ഇറങ്ങട്ടെ എന്നാ. പിന്നെ എന്നാ ശരി. ഐ ലവ് യു. ഐ ലവ് യു. പോയേ, വിളിക്കാട്ടാ. ശരി എന്നാ. ശരി. ബസ് ഇപ്പൊ വരും. വാടി, നമുക്ക് ഇവിടെ ഇരിക്കാം. ലേറ്റ് ആവോ? ഞാൻ വിചാരിച്ച സാധനം ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നിയില്ല. കണ്ടോ, നീ കണ്ടോ, ഇനിയാണ് വൈറലാവാൻ പോണത്. വീഡിയോ ട്രെൻഡിങ്ങിലാണ് മോനെ. ഏത് സമയത്താണ് എനിക്കിത് എടുക്കാൻ തോന്നിയെന്ന് അറിയില്ല. പറ്റിയ ചങ്ങായിനെ കിട്ടി. ഇനി ഷിംനേന്റെ കാലമാണ്. എന്തായാലും ഇൻസ്റ്റാഗ്രാമിന് പെയ്ഡ് കൊളാബിന് മാറ്റം കൊടുക്കട്ടെ. എന്തായാലും ഇനി ഷിംന ഒരു കലക്കിളക്കി 2026 ഞാൻ കൊണ്ടുപോയി. ഇനി എന്തായാലും പൈസ വാങ്ങാണ്ട് ഓരോരുത്തരും വീഡിയോ ചെയ്യൂല. കേട്ടക്കള കേട്ടപ്പാട്ടില്ലേ. എന്റെ ദൈവമേ. പോട്ടെ പോട്ടെ. ഹലോ, നിനക്ക് ഞാനൊരു സാധനം അയച്ചിട്ട് ഞാൻ നോക്കിയാട്ടെ. ഞാൻ നോക്കട്ടെ. എന്താ എടാ, പിന്നെ എന്താ ചെയ്യ
ഞാനിങ്ങനെ മൊത്തം നീ കണ്ടില്ലടി ഞാൻ വയറിലായിട്ട് നീ നോക്കടി നീ കാണടി. ഇത് നോക്കടി, ഒരു പാവം മനുഷ്യനെ നീ കൊലക്ക് കൊടുത്തത്. എടി ഞാൻ എന്ത് ചെയ്തിട്ടാ? നീ എന്ത് ചെയ്തിട്ടാ എന്നാ? ഇതാണല്ലടി നിന്റെ വൈറലാവല്. നിനക്കിപ്പോ സമാധാനമായല്ല. നഷ്ടപ്പെട്ടതേ ആ പാവം മനുഷ്യന്റെ ഭാര്യക്കും 2 മക്കൾക്കുമാണ്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്ത്? അയാൾ മരിച്ചത് എന്റെ കുറ്റാ? ഞാനാ ഇപ്പൊ അയാളെ കൊന്നത്? നിന്റെ പറച്ചിലിടുന്നത് ഞാൻ അയാളെ കൊന്നേന്ന് തോന്നുമല്ലോ. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടി. ചെയ്ത തെറ്റ് വരെ മനസ്സിലാക്കാൻ കഴിയാത്ത നീയൊക്കെ ഭൂമിക്ക് ഭാരോടി. പോയി ചാവടി. നിന്നെപ്പോലത്തെ ഒരു ഫ്രണ്ട് എന്റെ ജീവിതത്തിൽ ഇനി വേണ്ട. വൈറലാവാൻ നടന്നേക്കുന്നു ഒരു കുടുംബം ഇല്ലാണ്ടാക്കിയിട്ട്. നീ ഇതിനെ അനുഭവിക്കും. ആ സബിയേട്ടനാ, എന്തായിരുന്നു സബിയേട്ടാ? ഏട്ടൻ വന്നിട്ടില്ലല്ലോ. മോളെ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. ഇല്ല, അങ്ങനെയൊന്നും ഏട്ടൻ ചെയ്യൂല. സബിയേട്ടൻ എന്തല്ലേ പറയുന്നേ? സബിയേട്ടൻ വെറുതെ അങ്ങനെയൊന്നും പറയല്ലേ. അല്ലെങ്കിൽ തന്നെ ഏട്ടൻ എന്തിനാ അങ്ങനെയെല്ലാം ചെയ്യുന്നേ? ഈ ലോകത്ത് ആരേട്ടനെ വിശ്വസിച്ചിട്ടില്ലെങ്കിലും ഞാൻ വിശ്വസിക്കും ഏട്ടനാ. ഇല്ല, എന്റെ ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യൂല. ഇല്ല, ഞാൻ വിശ്വസിക്കൂല. ഇല്ല, ഈ ലോകത്ത് ആരും വിശ്വസിച്ചിട്ടില്ലെങ്കിലും ഞാൻ വിശ്വസിക്കൂലേ. എന്തിനാ ഇത് ചെയ്തത്? എനിക്ക് മകൾക്ക് ചാരിട്ട് ഞാൻ വിശ്വസിക്കൂല. ഇല്ല, എനിക്കിത് താങ്ങാൻ പറ്റൂല. ഇല്ല, ഏട്ട പോവൂല. എന്നെ മക്കളെ വിട്ടിട്ട് അങ്ങനെയൊന്നും പോവില്ല. ആരല്ലോ എന്തല്ലോ പറയുന്നേ. അത് മനുഷ്യരല്ലേ, കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം മറക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരുടെ ഒരിക്കലും തിരിച്ചു വരാത്ത ഈ ഒരു യാത്രയുണ്ടല്ലോ, അത് നമ്മുടെ മരണം വരെ മറക്കാൻ കഴിയില്ല. നെഞ്ചിനുള്ളൊരു വിങ്ങലായി അങ്ങനെ കിടക്കും. ഒരു പാവപ്പെട്ടവന്റെ മരണത്തിനും ആ കുടുംബത്തിന്റെ തീരാ ദുഃഖത്തിനും കാരണമായ ഇവളെപ്പോലെയുള്ളവർക്ക് എന്ത് ശിക്ഷ കിട്ടിയാലാണ് മതിയാകുക? ഇവൾക്കിനി എത്രയൊക്കെ ശിക്ഷ ലഭിച്ചു എന്ന് പറഞ്ഞാലും ആ കുടുംബത്തിന്റെ കണ്ണുനീർ ആർക്കാണ് തുടച്ചു മാറ്റാൻ കഴിയുക? ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാതെയോ മറ്റൊരാളുടെ ദുഃഖത്തിന് കാരണക്കാരനായി മാറാതിരിക്കാൻ ശ്രമിക്കുക. എന്ത് ചെയ്തും നിമിഷ നേരം കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാൻ നടക്കുന്ന ഇവളെപ്പോലെയുള്ളവരെ അക്ഷരം തെറ്റാതെ വിളിക്കാം. മനുഷ്യത്വം തീരെ തൊട്ട് തീണ്ടാത്തവരെന്ന്.